സാധാരണ ഒരു സ്വാധ്യായം ഉണ്ടെങ്കിൽ എല്ലാവരും എന്താ പറയുക, അത് ക്ലാസ് കേട്ട് തലയാട്ടി എണീറ്റ് പോവുക ചെയ്യുക അല്ല. ഇപ്പോൾ നമ്മൾ സത്സംഗങ്ങളിലൊക്കെ കാണുന്ന അങ്ങനെയല്ലേ. ചിലർ വളരെ ആഴത്തിലത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, മനസ്സിലായി. ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജീവനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജീവൻ, അതായത് കുണ്ടലിനി ശക്തി സഹസ്രാരം വരെ എത്തിയിട്ട് അതിനെ ഭേദിച്ചു പോകുന്നു, ബ്രഹ്മരന്ധ്രം ഭേദിച്ചു പോകുന്നു എന്നൊരു ഭാഗമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ജീവഭാവത്തിൽ നിന്നും ആത്മഭാവത്തിലേക്കുള്ള മാറ്റമാണെന്നും ജീവത്വം എന്നുള്ളത് അജ്ഞാനമാണെന്നും ജീവൻ എന്നുള്ളതൊരു സങ്കല്പം മാത്രമാണ് എന്നും പറഞ്ഞു. പക്ഷേ ഇതുവരെ നമ്മൾ വിചാരിച്ചിരുന്ന ശരീരത്തിനകത്തൊരു ജീവൻ ഉണ്ടെന്നും മരിക്കുമ്പോൾ ആ ജീവൻ പുറത്തേക്ക് പോകണു എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം വന്നത്, ജീവൻ ഇല്ല, ദേഹവുമായുള്ള താതാത്മ്യമാണ് ജീവത്വം എന്ന് പറഞ്ഞല്ലോ, അത് മനസ്സിലായില്ല, വിശദമായി പറഞ്ഞു തരാമോ എന്നായിരുന്നു ചോദ്യം വന്നത്. ദേഹവുമായുള്ള താതാത്മ്യം എന്താണ് എന്ന് മനസ്സിലായില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോഴും ഈ ചോദ്യത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ശരീരത്തിനകത്ത് ജീവനുണ്ട് എന്നൊരു തലത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ദേഹം എങ്ങനെയുണ്ടായി എന്ന് ഒരു ഉദാഹരണത്തിൽ കൂടെ പറയാൻ ശ്രമിക്കാം. അപ്പോൾ കാര്യങ്ങൾ നമുക്ക് വേഗം മനസ്സിലാവും. ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലൊക്കെ വെള്ളം, അവിടുത്തെ സമുദ്രത്തിലെ ജലം കട്ട പിടിച്ച് ഐസ് കട്ടയായിട്ട് മാറും. നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ ജലം വെച്ചാലും ഐസ് കട്ടയായിട്ട് മാറും. ഏറെക്കുറെ ഇതുപോലെയാണ് ബ്രഹ്മത്തിൽ ജഗത്ത് രൂപപ്പെടുന്നത്. ജഗത്തിൻ്റെ ഭാഗമാണ് ശരീരം. അപ്പോൾ ശരീരം രൂപപ്പെടുന്നത്. ജലം എപ്പോഴാണ് ഐസായത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇന്ന ഡേറ്റിന് ഇന്ന സമയത്താണ് അത് ഐസായി മാറിയത് പറയാൻ പറ്റില്ല. അതിങ്ങനെ ഒരു ഗ്രാജുവലായിട്ട് മാറി വരുന്നതാണ്. അപ്പോൾ ഈ സമുദ്രത്തിനകത്ത് മഞ്ഞുകട്ട ഉണ്ടാവുന്നത് പോലെ അങ്ങനെയാണ് ഈ ദേഹം പ്രകടമാവുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ മഞ്ഞുകട്ട ജലത്തിൽ നിന്നും അന്യമല്ല. മഞ്ഞുകട്ടയായി മാറിയതും ജലമാണ്, സമുദ്രത്തിലെ ജലവും ജലം. H2O തന്മാത്രകളെ തലത്തിൽ നോക്കുമ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ തന്മാത്രയുടെ തലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഐസ് കട്ട വേറെയാണോ ചോദിച്ചാൽ അല്ല. എന്നാൽ ഐസ് വേറെയായിട്ട് കാണപ്പെടുന്നില്ല എന്ന് വെച്ചാൽ കാണപ്പെടുന്നുണ്ട്. കാണപ്പെടുന്നത് കൊണ്ട് അത് വേറെയാണ് എന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് നമ്മൾ പറയാം. അല്ല, നമുക്കൊക്കെ അറിയാതെ നമ്മുടെ നിത്യജീവിതത്തിലെ സംഭവമാണ്. ഇതിന് ഈ തന്മാത്രയുടെ തലം പറയുന്നത് പോലെ അതിന് പാരമാർത്ഥിക തലം, വെള്ളവും ഐസുമായിട്ട് നിൽക്കുന്നത് വ്യാവഹാരിക തലം എന്നാ പറയാം. അപ്പോൾ ഈ പാരമാർത്ഥിക തലത്തിലാണ് വ്യാവഹാരിക തലം ഉണ്ട് എന്ന് നമുക്ക് അനുഭവപ്പെടുന്നത്. സത്യത്തിൽ അങ്ങനെ ഇല്ല. ജലത്തിൽ നിന്ന് അന്യമായിട്ട് സമുദ്രജലമോ ഐസോ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് ദേഹം ഉണ്ടായിട്ടില്ല. പക്ഷെ ഉണ്ട് എന്നൊരനുഭവം നമുക്ക് തോന്നുന്നു ഇങ്ങനെ. പക്ഷേ ഇതിൽ നമ്മൾ നോക്കുന്നത് ഈ ജലം തന്നെയാണ് ഐസായിട്ട് മാറിയത് എന്ന് പറഞ്ഞതുപോലെ ബ്രഹ്മം തന്നെയാണ് ദേഹമായിട്ട് അനുഭവപ്പെടുന്നത്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഇതിൻ്റെ ഉത്തരം. ഇനി ഈ ഐസ് കട്ടയ്ക്ക് അകത്തുള്ള ജലം, അതിന് ഞാൻ ഐസ് കട്ടയാണ് എന്ന് തോന്നുകയാണെങ്കിൽ അതെന്ത് പറയും? ഞാൻ ചതുരത്തിലാണ്, ഞാൻ വട്ടത്തിലാണ്, ഞാൻ തണുത്തിട്ടാണ്, ഞാനിതാ ഉരുകിക്കൊണ്ടിരിക്കുന്നത്, ഞാനിതാ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയും, ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയും. കാരണം എന്താണ്? അത് ഐസ് കട്ടയുമായിട്ടാണ് വിചാരിക്കുന്നത്. ആ ജലത്തിന് ഞാൻ ഐസ് കട്ടയാണ് എന്ന് തോന്നുന്നതാണ് അതിൻ്റെ പ്രശ്നം. ഈ തോന്നലിനാണ് നമ്മൾ താതാത്മ്യം എന്ന് പറയുന്നത്. അപ്പോൾ ജലവുമായിട്ട് ഐസുമായിട്ട് സ്വയം ഐസാണ് എന്ന് വിചാരിക്കുന്ന അത്രയും ജലാംശത്തിന് നമുക്ക് ഐസ് കട്ടയുടെ ജീവൻ എന്ന് പറയാം. യഥാർത്ഥത്തിൽ അതുണ്ടോ ചോദിച്ചാൽ ഇല്ല. അത് സമുദ്രത്തിലെ ജലം തന്നെയാണ്. പക്ഷെ അതിന് തൽക്കാല സമയത്ത് അങ്ങനെ തോന്നി. അതുപോലെയാണ് ദേഹം ബ്രഹ്മമാണെങ്കിലും ദേഹത്തിലുള്ള ഈ ആത്മാംശം ഞാൻ ദേഹമാണ് എന്ന് വിചാരിക്കുമ്പോൾ അതിന് നമ്മൾ ജീവൻ എന്ന് ഒരു പേര് കൊടുത്തു അതിന്. കാരണം അത് ദേഹവുമായിട്ടാണ് താതാത്മ്യപ്പെട്ടിരിക്കുന്നത്.
അപ്പോൾ ദേഹം തടിക്കുമ്പോൾ ഞാൻ തടിച്ചു, ദേഹം കറക്കുമ്പോൾ ഞാൻ കറുത്തുപോയി, ദേഹം വെളുക്കുമ്പോൾ ഞാൻ വെളുത്തു, അല്ലേ? ദേഹത്തിന് വയസ്സാകുമ്പോൾ എനിക്ക് വയസ്സായി എന്നൊക്കെയാണ് പറയാം. കാരണം അത് ദേഹവുമായിട്ടാണ് ചേർന്നിരിക്കുന്നത്. അതിന് യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ ബാല്യം, കൗമാരം, യൗവനം എന്ന അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടില്ല. പക്ഷെ ദേഹം കടന്നു പോകുമ്പം ഞാൻ ആണത് എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ദേഹവുമായിട്ട് ചേർന്നിരിക്കുന്നതിനാണ് നമ്മൾ താദാത്മ്യം എന്ന് പറഞ്ഞത്. ഈ താദാത്മ്യമുള്ള ആത്മ അംശത്തിന് പറയുന്ന പേരാണ് ജീവൻ. അത് ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല, ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ ഇതാണ് താദാത്മ്യം എന്ന വാക്കിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മളൊക്കെ നോക്കിയാൽ അറിയാം, നമുക്ക് പലതുമായിട്ട് താദാത്മ്യമുണ്ട്. നമ്മുടെ ജാതിയായിട്ട് താദാത്മ്യമുണ്ട്, ഞാൻ ഇന്ന ജാതിക്കാരനാണ്, ഇല്ല നമ്മുടെ രാജ്യമായിട്ട് താദാത്മ്യമുണ്ട്, ഞാൻ ഭാരതീയനാണ് എന്നൊക്കെ പറയും. നമ്മൾ ഇന്ന സംസ്കാരം, നമ്മൾ പലതുമായിട്ട് താദാത്മ്യപ്പെട്ടിട്ടായിരിക്കണം. ഇതൊക്കെ അജ്ഞാനത്തിൻ്റെ തലമാണ്. ഈ തലത്തിൽ നിന്നൊക്കെ മുക്തമാവുമ്പോഴാണ് ആത്മസാക്ഷാത്കാരം എന്നുള്ളത്. ആ സാക്ഷാത്കാരത്തിലെത്തിയ വ്യക്തികളാണെങ്കിൽ തത്വത്തിൽ ഞാൻ ആത്മാവാണെങ്കിലും വ്യാവഹാരികമായിട്ട് ഈ ശരീരം ഇന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് കാരണം ഞാൻ ഇന്ന വ്യക്തിയാണ്, ഈ ശരീരത്തിൻ്റെ പേരാണത്. ഇങ്ങനെ ആ തലത്തിൽ നിന്നുകൊണ്ട്, പാരമാർത്ഥിക തലത്തിൽ നിന്നുകൊണ്ട് വ്യാവഹാരികമായിട്ടുള്ളൊരു ജീവിതം ജീവിക്കും. അപ്പോൾ വ്യാവഹാരികമായിട്ടുള്ള ദുഃഖങ്ങളൊന്നും അവർക്ക് ദുഃഖമല്ല. കാരണം അവർ ആത്മാവാണെന്നുള്ളിൽ അറിയുന്നവരാണ്. ദേഹത്തിൻ്റെ ദുഃഖം ദേഹത്തിൻ്റെ പ്രശ്നമാണ്, മനസ്സിൻ്റെ ദുഃഖം മനസ്സിൻ്റെ പ്രശ്നമാണ്. അത് അവർക്കറിയാം. ഞാൻ സാക്ഷി മാത്രം. അപ്പോൾ ഈ താദാത്മ്യമാണ് നമ്മളുടെ പ്രശ്നം. താദാത്മ്യത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് സ്വാധ്യായം ചെയ്യുന്നത്, സാധനകൾ ചെയ്യുന്നതൊക്കെ. ഞാൻ ദേഹമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല എന്ന തലത്തിൽ നിന്ന് ആ തലത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ് താദാത്മ്യം മാറുക. അതിൻ്റെ ഒരു പാതയാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ ജ്ഞാനമാർഗം. തത്വങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എന്താണ് നല്ല പൂർണ്ണമായ സമർപ്പണത്തോടുകൂടിയുള്ള ഭക്തി ഉണ്ടെങ്കിലും എല്ലാം ദൈവമാണ് എന്ന തലത്തിലേക്ക് എത്തുമ്പോൾ ഇതേ തലത്തിൽ തന്നെ എത്തുന്നത്. യോഗമാർഗത്തിലൂടെ എത്തുന്നതും ഇതേ തലത്തിൽ. അപ്പം പാതകൾ പലതുണ്ട്. ഈ താദാത്മ്യം മാറാനായിട്ട് ഒരു വിധി മാത്രമേ ഉള്ളൂ. ആ വിധി അടിച്ചേൽപ്പിക്കില്ല. അത് ചില മതങ്ങളിലുള്ളൂ. ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. ഓരോ വ്യക്തിക്കും അയാളുടെ അധികാരമനുസരിച്ച് ഈ താദാത്മ്യത്തിന് മറികടക്കാൻ സാധിക്കും. അയാൾ ആ പാത, അവനവന് യോജിച്ച പാത കണ്ടെത്തണം. അങ്ങനെ ഒരു സിംഗിൾ പാതയില്ല, പലതും മിക്സാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മാത്രം അങ്ങനെ മാത്രം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഓരോ സമയത്തും ഏത് തലമാണോ വേണ്ടത് അത് ഗുരു ഉപദേശിച്ച് തരും. ആവശ്യം എപ്പോഴും ഓർമ്മിക്കാനുള്ളത് ഈ ദേഹബോധത്തിൽ നിന്നും ഞാൻ ആത്മബോധത്തിലേക്ക് ഉയരണം. അതിനാണ് മനുഷ്യജന്മം. മനുഷ്യൻ്റെ അനുഭവത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നു പറഞ്ഞു. എന്തിനാണ് കടന്നു പോകുന്നത് വെച്ചാൽ ഈ ദേഹത്തിൽ നിന്നും ആത്മബോധത്തിലേക്ക് ഉയരാനുള്ള ഏറ്റവും നല്ല അവസരമാണ് മനുഷ്യജന്മം. ഇതാണ് താദാത്മ്യം എന്ന പദത്തിനെ കുറിച്ച് പറയാനുള്ളത്. അത് അജ്ഞാനമാണ്. ദേഹത്തിനോടുള്ള ഈ അജ്ഞാനം ചേർന്നിരിക്കലിന് നമ്മൾ അഹങ്കാരം എന്ന് പറയാം. അപ്പോൾ ഈ അഹങ്കാരനാശം, ആത്മസാക്ഷാത്കാരം, അതാണ് ഏറ്റവും പറയാൻ എളുപ്പമുള്ള.